എന്ന വാക്കിന് മലയാളത്തിൽ നമുക്ക് അത്യാഗ്രഹം, അതിമോഹം എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ നാം ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. റിപ്രഹെൻസീവ് അക്വിസിറ്റീവ്നെസ്, ഇൻസേഷ്യബിൾ ഡിസയർ ഫോർ വെൽത്ത്, എക്സസീവ് ഡിസയർ ടു അക്വയർ ഓർ പൊസസ് മോർ ദാൻ വൺ നീഡ്സ് ഓർ ഡിസേർവ്സ്. ഇത്രയും വ്യാപകമായ അർത്ഥം ഒരുപക്ഷെ നമുക്ക് ഈ അത്യാഗ്രഹം, അതിമോഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഒന്ന് വാരി കൂട്ടിവെക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കി വയ്ക്കാൻ, ആവശ്യത്തിനോ ആഗ്രഹത്തിനോ അപ്പുറത്തേക്ക് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ഇൻസേഷ്യബിൾ ഡിസയറും റിപ്രഹെൻസീവ് ആറ്റിറ്റ്യൂഡുമാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് എന്തുണ്ട് എന്ന് അവനവനോട് പറയാനോ ആ മറ്റുള്ളവരെ കാണിക്കാനോ ആയിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമീപനം. അതിനെയാണ് അത്യാഗ്രഹം, അതിമോഹം, ഗ്രീഡ് എന്നൊക്കെ പറയുക. ഈ മീഡിയേഷനിൽ, മധ്യസ്ഥ ചർച്ചകളിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിൽ ഒരനുഭവമാണ് ഇന്നലെ പങ്കുവച്ചത്. ഒന്നുകൂടെ പറഞ്ഞാലേ ഒരുപക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെ തന്നെ 6 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉള്ളൊരു ഫാമിലി. അത് നോർത്തിലാണ്. നോർത്തിൽ ഈ ഹിമാചൽ പ്രദേശിലാണ്. ഒരുപാട് ഭൂസ്വത്തുണ്ട് അവർക്ക്. ഈ നോർത്തിലാണ് എന്ന് പറയുമ്പോഴും ഇത് സൗത്ത് ഒട്ടും മോശമൊന്നുമല്ല. സൗത്തിൽ ഞാൻ മധ്യസ്ഥം വഹിച്ചിട്ടുള്ള കേസുകൾ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തുമായിട്ട് അപ്പോൾ ഇതിനകത്ത് ഈ 6 ബ്രദേഴ്സിൽ 4 ബ്രദേഴ്സ് പുറത്തു പോയി പഠിക്കാൻ ഭാഗ്യം ലഭിച്ച് വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ എത്തി. ഫാമിലി സെറ്റിൽഡാണ്. ഡോക്ടറുണ്ട്, എൻജിനീയറുണ്ട്, ഒരു പിന്നെയുള്ള സർവീസുകൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സർവീസുകളുണ്ട്. സിസ്റ്റേഴ്സ് വേറെ എങ്ങും മുന്നോട്ട് പോകാനില്ല, അവിടെയൊക്കെ തന്നെ കെട്ടിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് അവിടെ കഴിയുന്നു. 2 ബ്രദേഴ്സ് ഇവരുടെ ഭൂസ്വത്തുക്കൾ നോക്കി അവിടെ നാട്ടിൽ സ്റ്റക്കായി. അവർക്ക് എങ്ങും പോകാനോ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഈ ഹിമാചൽ പ്രദേശം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഡ്രിങ്ക്സിലേക്ക് അവർ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ, നമ്മൾ ലോകത്തിൻ്റെ ഭാഷയിൽ പറയുന്ന വലിയ ഉയർച്ചയൊന്നും ആ കുടുംബങ്ങളിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്കും വലിയ ഉയർച്ചയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഭൂസ്വത്ത് പങ്കുവയ്ക്കുന്ന തർക്കത്തിൻ്റെ പേരിലാണ് സുപ്രീം കോടതി തന്നെ മധ്യസ്ഥനായിട്ട് നിയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് രസകരമായിട്ട് പറയാൻ തോന്നിയ ഒരേ ഒരു ചിന്ത, അത് മാത്രമേ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഞാൻ പറയുന്ന വലിയ പഠിപ്പും ഉന്നതമായ സ്ഥാനങ്ങളും സമൂഹത്തിൽ വഹിച്ചിരുന്നവർക്കാണ്, അവരുടെ മക്കൾക്കുമാണ്. അവരുടെ മക്കളും ഇതേപോലെ പുറത്തുപോയി പഠിച്ചവരും വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. വലിയ നിലയിലെത്തിയെന്ന് പറയാനല്ല, വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. ഈ 2 കൃഷിക്കാരായ സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ പറയണത് എന്ത് കിട്ടിയാലും മതി, ഞങ്ങൾക്ക് ഉള്ളതൊക്കെ തന്നെ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മാത്രം മതി, എന്തിനതിങ്ങനെ വാരിക്കൂട്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസും വഴക്കൊക്കെ തീർന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായി, സഹോദര സ്നേഹത്തിൽ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രം മതി. കാരണം ഈ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പരസ്പരം മിണ്ടാതായി, വഴക്കുകളായി, ശാരീരിക ആക്രമണങ്ങളായി, അകൽച്ചയായി. അപ്പോൾ ഈ 2 നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് ഈ അകൽച്ചയൊക്കെ ഒന്ന് മാറി സ്വത്ത് കുറച്ച് പോയാലും വേണ്ടില്ല, കുടുംബം പഴയതൊന്നും ആയിത്തീർന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഈ പഠിപ്പുള്ളവരോട് പറഞ്ഞു, നിങ്ങളെക്കായും ഒരുപാട് ജ്ഞാനം കിട്ടിയവരാണ് നിങ്ങളുടെ ഈ അധികം പഠിപ്പ് കിട്ടാത്ത ഈ സാധാരണക്കാരായ 2 മനുഷ്യർ. അവർക്ക് സ്വത്തൊന്നും എടുക്കാൻ ആവശ്യത്തിനുള്ളതൊക്കെ അവിടെ ഉണ്ട്, കൃഷി ചെയ്താൽ കിട്ടും. ആപ്പിളും മറ്റു കാര്യങ്ങളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അവർക്കൊക്കെ അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കിട്ടും, അതൊക്കെ മതി. എന്തിനു വേണ്ടിയിട്ട് വാരിക്കൂട്ടുന്നു. ഈ 4 പ്രദേശത്ത് 1 രൂപ പോലും ഇനി ജീവിതത്തിൽ ആവശ്യമില്ലാത്തവണ്ണം അതുമാതിരി സ്വത്തമുള്ളവരുമാണ്. കാരണം അവരുടെ പഠിപ്പിൻ്റെയും അവരുടെ ഉദ്യോഗങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ സ്വത്ത് അവർക്കുള്ളവരാണ്. അവർക്കാണ് ഇത് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരങ്ങൾ അവരോട് പറഞ്ഞു, ഇതിനു വേണ്ടി തല്ലുപിടിച്ച് നമ്മുടെ മനസ്സമാധാനം കളഞ്ഞ് ഈ പോലീസ് കേസുകളിലൊക്കെ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങി ജയിലിലേക്ക് പോകണോ, പോലീസുകാരുടെ പിന്നാലെ നടക്കണോ? ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് യോജിച്ചതാണോ? നമ്മുടെ മാതാപിതാക്കന്മാർ ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ ഉള്ളൊരു മനസ്സ് വന്നില്ല. അങ്ങനെയാണ് ഈ എൻ്റെ അടുത്തത് വരാൻ കാരണം. എന്താണെങ്കിലും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അത് ശാന്തമായി തീർന്നേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. ഉള്ളവനാണ് ഞാൻ ആർത്തി കണ്ടിട്ടുള്ളത്, ഇല്ലാത്തവന് അതിമോഹവും അത്യാഗ്രഹവും കണ്ടിട്ടില്ല. അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ജീവിതം ഗാന്ധിജി പറഞ്ഞ മാതിരി ഓരോരുത്തൻ്റെയും ആവശ്യത്തിനുള്ള ദൈവം, പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആരുടെയും ആർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ളത് പ്രകൃതി നമുക്ക് തന്നിട്ടില്ല, ദൈവം നമുക്ക് തരികയുമില്ല. കാരണം ആർത്തി ദൈവത്തിന് നിരക്കാത്തതാണ്. ദൈവത്തിന് നിരക്കാത്ത ആർത്തിയിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഒരുപാട് സ്വസ്ഥത അതുകൊണ്ട് മാത്രം ഉണ്ടാകും. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.